ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ടി എൽ ഡ്രാക്കോ ഗെയിമിംഗ്. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് വെച്ചാൽ നമ്മുടെ സ്വന്തം ടി എൽ ധ്യാൻ ഗെയിമിങ്ങിൻ്റെ കൂടെ അതിൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ. ടി എൽ ധ്യാൻ ഗെയിമിങ്ങിൻ്റെ കൂടെ ഒരു ന്യൂ പ്രാങ്കിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഫുള്ള് കണ്ടു നോക്ക്. ടി എൽ ധ്യാൻ ഗെയിമിങ്ങിനെ കൊന്നിട്ടുണ്ട്. എനിക്ക് ഫുള്ള് ഇടാൻ പറ്റിയിട്ടില്ല, പകുതി വരെ ഇടാൻ പറ്റിയിട്ടുള്ളൂ. നാലാമത്തെ കളിയായപ്പോൾ എനിക്കിത് ഫുൾ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്നെ അടിച്ച് തറയിട്ട് വേണ്ടി എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ടി എൽ ധ്യാൻ ഗെയിമിങ്ങിനെ അറിയാവുന്നതാണ്. അവൻ എൻ്റെ സ്കൂളിലൊരു കൂട്ടുകാരനാണ്. നമ്മൾ രണ്ടൊരു യൂട്യൂബൊക്കെ നമുക്കുണ്ട്. അവൻ്റെ യൂട്യൂബ് എല്ലാവരും പോയി സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം കേട്ടോ. അടുത്ത റൗണ്ട് ഈ റൗണ്ടിൽ നമ്മൾ എമോട്ട് കിട്ടുന്നതാണ് നിന്നത്. നമ്മൾ ലാസ്റ്റ് റൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതിലാണ് നമ്മളെ റിവഞ്ച് കാണാൻ പോണത്. ഇതൊരു നമ്മൾ നാലാമത്തെ റൗണ്ട് എടുക്കുന്നത് വരെ നമുക്ക് ഒന്നും ചെയ്യാനും കളിയൊന്നും എനിക്കിത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. നാലാമത്തെ കളി തൊട്ട് റെക്കോർഡ് അങ്ങ് പോയി. ഞാൻ ഫുൾ ഇടാൻ പറ്റില്ല. നാലാമത്തെ റൗണ്ട് വരെ നമ്മൾ ഇട്ടായിരുന്നു. നമ്മൾ നാലാമത്തെ റൗണ്ട് ആവുന്നതിന് മുമ്പേ ഒരുത്തൻ നെറ്റ് പോയെന്നാണ് അവന് തോന്നുന്നത്. ചിലന്തി മനുഷ്യൻ്റെ ചിലന്തി അടിച്ച് പൊട്ടിച്ചപ്പോൾ തന്നെ എന്നെ അടുത്ത സൈഡിൽ നിന്ന് അടിച്ചു. പിന്നെ ഞാൻ കുറച്ച് മെണ്ടടിച്ച് ഒരു ഹെഡ് കൊടുത്തു. കുറേ അടിച്ചുണ്ട്. ഞാൻ വെളിയിറങ്ങി. അവനെ ഹെഡ്ഷോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. FB ഫുട്ടേജ്. ആ സമയത്ത് എൻ്റെ എൻ്റെ സ്ക്രീനൊന്ന് ലോക്കായിരുന്നു. ലോക്ക് മാറ്റി. ടി എൽ ധ്യാൻ ഗെയിമിംഗ് പിന്നെ കളിയങ്ങ് എടുത്തായിരുന്നു. ഒരു ഹെഡാൻ കൊടുത്തു. നമുക്കൊരു 41 കൊടുത്തു. അത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ ഞാൻ അടിച്ചു. ഞാൻ അടിക്കാൻ അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവൻ അടിച്ചില്ല. ഞാൻ അടിക്കാൻ പോയി. ഹെഡ് കൊടുക്കാൻ പറ്റി. ഞാൻ ഒരു ഹെഡ് കൊടുത്ത്, പക്ഷെ അത് ഹെഡ് ആയില്ല. ബോഡി ഷോട്ട് എടുത്താണ് നമ്മൾ അവനെ പോകുന്നത്. പിന്നെ ഞാൻ ടി എൽ ധ്യാൻ ലൈവ് വിളിച്ചായിരുന്നു, പക്ഷേ ഞാൻ അത് കട്ടാക്കി. കാരണം ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഇവിടെ വെച്ചാണ് എൻ്റെ നെറ്റ് പോണത്. നെറ്റ് റെക്കോർഡ് ചെയ്ത് മറ്റവനെ ഞാൻ കൊല്ലാനാണ്. ഇവിടെ വെച്ച് റെക്കോർഡ് തീർന്നായിരുന്നു കേട്ടോ.